കഴിക്കാത്തെ? ഏയ് ഒന്നുമില്ല മോളെ, അച്ഛന് വിശപ്പില്ല. അത് വെറുതെ. അച്ഛന് നല്ല സങ്കടം തോന്നുന്നുണ്ടല്ലേ? ഇനി ഒരിക്കലും മോളുടെ കൂടെ ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ടാണോ അച്ഛാ? മോളെ ഞാൻ പോകുന്നു വിചാരിച്ച് അച്ഛൻ വിഷമിക്കരുത്. എനിക്ക് പകരം മണിച്ചേട്ടനുണ്ടല്ലോ. പിന്നെ ഞാൻ പോകുന്നത് അമ്മയുടെ അടുത്തല്ലേ. ഞാനും അമ്മയും ഒരുമിച്ചാവുമ്പോ എനിക്ക് സന്തോഷാവും. മോളെ, അച്ഛന്റെ പൊന്നു മോളെ. മോള് കഴിക്ക്, അല്ലെങ്കിൽ വേണ്ട, മോൾക്ക് അച്ഛൻ തരാം. ജഗദംബികെ, അമ്മേ, അമ്മയുടെ മനസ്സറിഞ്ഞ ഞാൻ ആശങ്കാകുലനാണ്. ആ ബാലികയുടെ ആത്മാവിന്റെ മോക്ഷം അനിവാര്യമായിരിക്കുകയാണ്. ദേഹത്തിൽ ആ ദേഹിയെ നിലനിർത്താനുള്ള അമ്മയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആസന്നമായ മരണം അവളെ കാത്തിരിക്കുമ്പോൾ അരുതാത്ത ആഗ്രഹങ്ങൾ അമ്മ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. ആ ബാലികയിൽ നിന്ന് അവളുടെ ആത്മാവിനെ മോചിപ്പിക്കാൻ യമദേവൻ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ബാലികയെ ഓർത്ത് അമ്മ ഇനി സങ്കടപ്പെടരുത്. ശിവശക്തിയായ സാക്ഷാൽ ജഗദംബയ്ക്ക് സങ്കടങ്ങളോ കണ്ണീരോ ഇല്ലെന്ന് അങ്ങേക്കും അറിയാമല്ലോ. പക്ഷേ മാതൃസ്വരൂപിണിയായ മൂകാംബിക അമ്മയ്ക്ക് തന്റെ ഭക്തയും പുത്രി തുല്യയുമായ ആ ബാലികയെ ഓർത്ത് ആശങ്കയും സങ്കടങ്ങളും ഉണ്ട്. സ്നേഹസ്വരൂപിണിയായ ആ മാതാവിന്റെ കണ്ണുനീർ ത്രികാലജ്ഞാനിയായ അങ്ങ് എന്താണ് ഇനിയും കാണാതെ പോകുന്നത്? സാക്ഷാൽ യമദേവന്റെ പോലും അന്തകനായ അങ്ങേക്ക് ഭക്തവത്സലയായ ആ ബാലികയ്ക്ക് വേണ്ടി കാലനീതി മാറ്റിച്ചമയ്ക്കുവാൻ പറ്റില്ലെന്നാണോ? അവളോട് ദയവ് കാണിക്കാൻ അങ്ങ് ഇനിയും അമാന്തിക്കുന്നത് എന്തിന്? എന്റെ മാതൃവാത്സല്യത്തെ അങ്ങ് തീർത്തും നിസാരമായി കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങിപ്പോൾ ദയ കാണിക്കാത്തത് ആ ബാലികയോട് മാത്രമല്ല, എന്നോടും കൂടിയാണ്. അമ്മയുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ അങ്ങിങ്ങനെ മൗനം പാലിക്കരുത്. धर्मं सूर्यक्षुदं प्राप धर्मराजं नमाम्यहम्. മഹാദേവ, എന്താണിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ആത്മാവിനെ മോചിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും അങ്ങ് അതിന് അനുവാദം തന്നില്ലെങ്കിൽ അത് പ്രപഞ്ച സത്യത്തിന് ഏൽക്കുന്ന ആഘാതമാവും. അത് ഞാനും മനസ്സിലാക്കുന്നുണ്ട് യമദേവ. പക്ഷേ അമ്മ മഹാമായ ഇപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. തന്റെ ഭക്തിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് കുഞ്ഞിനോടെന്ന പോലെയുള്ള
സ്വാർത്ഥതയാണ് ദേവിയിൽ ഇപ്പോഴും നിറയുന്നത്.